കല്യാണത്തിന് മുന്നേയുള്ള കുറച്ച് ദിവസങ്ങളിൽ എൻ്റെ അലുക്കുട്ടിയും എൻ്റെ കല്ലും കൂടിയിട്ട് എന്തോ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മണത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ഭയങ്കര പ്ലാനിങ്ങും അതുപോലെ തന്നെ ഞാൻ അടുത്ത് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒളിപ്പിക്കലും ഫുൾ ഷോപ്പിങ്ങിന് പോകും ഇതൊക്കെ ആയിരുന്നു. സോ ഇത് അലുക്കുട്ടിയുടെയും കല്ലുൻ്റെയും കൂടിയുള്ള സർപ്രൈസാണ്. അല്ലു തന്ന ഗിഫ്റ്റാണ്, പക്ഷെ കല്ലുമാണ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് അന്ന് തന്നെങ്കിലും അന്ന് തുറക്കണ്ട, റിലാക്സ് ആയിട്ടിരുന്ന ഒരു ദിവസം വായിച്ചാൽ മതി എന്ന് അവൾ പറഞ്ഞത്. ഹാമർ ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു ബുക്ക്ലെറ്റും അതുപോലെ കുറേ ചോക്ലേറ്റ്സ് ഫ്ലവേഴ്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള ഇതുവരെയുള്ള ഒരു ജേർണീൻ്റെ രത്ന ചുരുക്കമായിരുന്നു ആ ബുക്കിൽ. ഞാനത് വായിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടി അപ്പനും മോളും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ബിക്കോസ് അവരെന്തോ സർപ്രൈസ് തരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ വായിച്ച് ചിരിച്ചിരിച്ചാണ് വായിച്ചു തുടങ്ങിയത്. പിന്നെ അവൾ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ കണ്ണിറക്കാൻ തുടങ്ങി. ഞാൻ ആലോചിച്ചത് ഇത്ര ചെറുതിലേ നടന്ന കാര്യങ്ങൾ പോലും ഇവൾക്ക് ഓർമ്മയുണ്ടാകുന്നതാണ്, അവളുടെ മനസ്സിൽ ഇത്രയും പതിഞ്ഞിട്ടുണ്ടോയെന്നാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അവൾക്കൊരു ചേച്ചി മാത്രമായിരുന്നില്ല, അവളെപ്പോഴും എന്നെ ചേച്ചിമാന്നാണ് വിളിക്കാറ്. സോ അവൾക്ക് എപ്പോഴും നല്ലൊരു ലൈഫ് കൊടുക്കണമെന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടി അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്ത കുറേ കാര്യങ്ങൾ അവളത്രയും വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് അതിലൂടെ എനിക്ക് മനസ്സിലായി. ഈ കുഞ്ഞു തലയുടെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുള്ള ആശ്ചര്യമായിരുന്നു എനിക്ക്. ഹലോ ഹലോ, ഇത്ര വികാരം വരുന്നതായിട്ട് എഴുതിട്ടിരിക്കുന്ന ഇരിപ്പോക്കിക്ക് ശരിക്കും നിനക്ക് എന്നെ മിസ് ചെയ്യണ്ടാടി. അടുത്തൊരു സർപ്രൈസ് മണക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് തീറ്റിപ്പിച്ചിരുത്തിയേക്കുവാണ്. മോൻ കഴിക്കും.